ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പൊതിച്ചോറാട്ടോ. രാവിലെ തന്നെ ഏട്ടൻ ഇന്ന് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു. അവിടെ ഫുഡുണ്ടായാലും ഇങ്ങനെയൊക്കെ പൊതിച്ചോറ് വായൻ്റെ ഇലയിൽ കെട്ടിക്കൊണ്ടാവണ ഫീൽ വേറെയാണല്ലോ. അപ്പോൾ അത് വേണം പറഞ്ഞു. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കയ്പ്പങ്ങ ഫ്രൈ ചെയ്തിട്ടുണ്ട്, പൊരിച്ചെടുക്കട്ടെ. ഇങ്ങനെ ആകുമ്പോൾ കയ്പ്പ് തീരെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ അച്ചാർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ചെമ്മീൻ അച്ചാറാണ്. പിന്നെ നമ്മൾ നത്തോലി, ചില സ്ഥലത്ത് നത്തോലി എന്നല്ല, അത് പൊരിച്ചതും, പിന്നെ ഒരു പപ്പടം. അപ്പോൾ സിമ്പിൾ നമ്പർ. പിന്നെ കറി വേറെ ടിന്നിലാക്കിയിട്ട് അങ്ങനെ കേട്ടോ കൊണ്ടുപോകണത്. അപ്പോൾ എനിക്ക് വിളമ്പാനും നിൽക്കാനൊക്കെ അറിയുള്ളൂ, പൊതിയാനറിയില്ല. പേട്ടന് പൊതിയ കേട്ടോ. അപ്പോൾ ഇത് 3 ദിവസം മുമ്പുള്ള വീഡിയോ കേട്ടോ. വീഡിയോ ഇങ്ങനെ എടുക്കും, ചിലതൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കും. പിന്നെ എന്താ പറയുക, നെറ്റ് ആകെ 2 GB നെറ്റാണ് കയറ്റുന്നത്. ആ നെറ്റ് ഷോർട്ട് വീഡിയോ എടുക്കുമ്പോഴും പിന്നെ കൃതി ബേബിക്ക് കോക്കോമല വേണം. അപ്പം അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയുടെ അങ്ങനെ ചോറും ഇതൊക്കെ ആക്കി ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഏട്ടന് പോവാട്ടോ. ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ്, പക്ഷെ എന്തോ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് പോകാൻ. പിന്നെ ഉച്ചയ്ക്ക് അമ്മ വന്നു. എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ചുമരും ഒട്ടിക്കണ മറ്റേ സ്റ്റിക്കർ ഉണ്ടല്ലോ, വാൾപേപ്പറിൻ്റെ, അങ്ങനത്തെ ഒരു സ്റ്റിക്കർ ഓർഡർ ചെയ്തിരുന്നു. ഞാൻ റൂമിലിങ്ങനെ വെള്ളം, അതായത് ബാത്റൂമാണ് അപ്പുറത്തെ സൈഡ്, അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ നനവ് ഉണ്ടാവും റൂമിൽ കിടക്കണോടത്ത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇതാകുമ്പോൾ വെള്ളം കിട്ടതാവില്ല. അപ്പോൾ കൃതി ബേബി ഫുള്ളും കീറിയിട്ട്, ഞാൻ ഓർഡർ ചെയ്ത കളർ തന്നെ അല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നത്. ഇനിയിപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ ആയാലും ഒരു 5-6 ദിവസം എടുക്കും. അതുകൊണ്ട് പിന്നെ അതന്നെ ഒട്ടിച്ചു. കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ അമൃതപ്പൊടി കൊണ്ട് തേങ്ങയും പഞ്ചസാരയും നെയ്യൊക്കെ ഒഴിച്ചിട്ട് അവലോസും പൊടിയാക്കി എടുക്കാമെന്ന് കരുതി. അതാകുമ്പോൾ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ചായ വെച്ചുകൊണ്ട് കഴിക്കാമല്ലോ. അതാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ പൊടി എടുക്കുമ്പോൾ അത് ഉപയോഗിക്കില്ല. അപ്പം നെയ്യും തേങ്ങയും എള്ളുണ്ടെങ്കിൽ അതുകൂടി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരു നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീട് പൊളിച്ചപ്പോൾ കിട്ടിയ ചെറുതേനാട്ടോ. ഞങ്ങളെടുത്ത് വെച്ച് യൂസ് ചെയ്തിട്ടില്ല, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമെന്നൊക്കെ എഴുതി വെച്ചതാണ്. അപ്പോൾ ഇതാ തേങ്ങ ചെരുവിയിട്ടുണ്ടെങ്കിൽ ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാട്ടോ അടുപ്പത്ത് വയ്ക്കണേ. ഇളക്കാൻ ഭയങ്കര പാടാണ്, അടി പിടിക്കും. എന്നാലും ഒരു വിധത്തിൽ നമ്മൾ ഇളക്കി എടുത്ത് സെറ്റാക്കുക. അങ്കൽവാടിയിൽ നിന്ന് 7 പൊടി ഒരു കുട്ടിക്ക് കിട്ടും. അത് ഞങ്ങൾ കുറേ പേക്ക് അമ്മമ്മയ്ക്ക് കൊണ്ടുപോകല. അമ്മേൻ്റെ അമ്മയ്ക്ക് വയസ്സായതുകൊണ്ട് അത് കുറുക്കി കൊടുക്കാൻ വേണ്ടി ഇളക്കി ഞാൻ വിയർത്തൊലിച്ചു. അങ്ങനെ ഇളക്കലൊക്കെ കഴിഞ്ഞ് ഫുള്ള് ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൃതി ബേബിക്ക് 6 മാസം തൊട്ട് ഞാനിപ്പോൾ ഈ 2 വയസ്സ് വരെ ഞാനത് അമൃതപ്പൊടി കൊടുക്കലുണ്ട്. എല്ലാവരും പറയും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ. എന്താക്കണത് മോളെ? എന്താണത്? ഇതെന്താ മുട്ടേ? ആർക്കാ മുട്ട? ആർക്കാ ഉണ്ടാക്കണത് മുട്ട? പറ, ആർക്കാ മുട്ട ഉണ്ടാക്കണത്? ലേമോക്കോ? അക്ക ഞങ്ങൾക്ക് തരൂലേ? പാട്ടടി തരുമോ? പാട്ട് എന്നാ പാട്. ജോണിയാ എന്നാ പാട്. ബാക്കിയോ? മറ്റു പാട്. കരിങ്കാളിയല്ലേ പാട്. ഉറങ്ങുന്ന ടൈമിൽ അടിക്കാന്നൊക്കെ കരുതി സ്റ്റിച്ച് വിട്ടതും പിന്നെ ഷെയ്പ്പാക്കാലതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. മകളായിട്ട് ഉറങ്ങുമോ? അതുമില്ല. അത് അമ്മേൻ്റെ പഴയ മെഷീനാട്ടോ. അമ്മ പഴയ ബ്രേക്ക് അടിക്കണ ആളായിരുന്നു. പിന്നെ അതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ വിട്ടിപ്പോൾ വേറെ പണിക്ക്. പഴയ മാക്സിയൊക്കെ സിപ്പും അങ്ങനെയൊക്കെ കീറിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമ്മൾ അടിപ്പ് അവിടെ ആക്കിയാണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കലാട്ടോ. അപ്പോൾ ഇളക്കി വന്നിട്ടുണ്ട്. കുറുമ്പ് പറഞ്ഞാൽ
ഇനി 3-ാം വയസ്സിൽ ഇതിനെ കാറ്റ് കുറുമ്പാക്കരം പ്ലേ ഇങ്ങനെയാണ്. അപ്പോൾ കളിക്കാനൊക്കെ ഇട്ടുകൊടുത്ത് ആളവിടെ ഇരുത്തിയിട്ടുണ്ട്. ഓരോ നേരം ഓരോ ഡ്രസ്സാട്ടോ. ചിലപ്പോൾ മൂത്രമൊഴിച്ച് അങ്ങനെ ഒഴിവാക്കും, അല്ലെങ്കിൽ നനഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ. പിന്നെ ഓൾ ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം വീട്ടിലത്തെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി ക്ലീനിങ്ങും അടിച്ചുവാരലും തുടയ്ക്കലും ഒക്കെ ഇതാക്കി. വൈകുന്നേരം ആയപ്പോൾ പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ കുട്ടി ഈ ഒരു വൈകുന്നേരം ടൈം വരെ അവൾ ഒറ്റയ്ക്കല്ല, ഞാനും അവൾ മാത്രം ഉണ്ടാവുള്ളല്ലോ വീട്ടിൽ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണല്ലോ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞെത്തുക. അപ്പോൾ പിന്നെ അവരായിട്ട് അങ്ങനെ കളിച്ചും വർത്തമാനം പറഞ്ഞു അങ്ങനെ നടക്കും. കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കളിക്കോപ്പ് അങ്ങനെ ഇട്ട് കൊടുത്താൽ അങ്ങനെ ചോറും കൂട്ടാനും വെച്ച് അങ്ങനെ കളിക്കും. ഒറ്റയ്ക്കാണെന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇനി വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡി ആവാനൊക്കെ ഉണ്ട്. റെഡി ആവില്ല, കുളിച്ച് വൈകുന്നേരത്തിന് ഇതാണ്ട്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.